പാലക്കാട് ആലത്തൂർ കാട്ടുശ്ശേരിയിൽ സ്കൂൾ ബസ് കനാലിലേക്ക് മറിഞ്ഞ് അപകടമുണ്ടായി എന്നുള്ള വാർത്ത നേരത്തെ പ്രേക്ഷകരെ അറിയിച്ചിരുന്നു. ഇപ്പോൾ അവിടെ നിന്ന് അപകടത്തിൽപ്പെട്ട ബസ് ക്രെയിൻ ഉപയോഗിച്ച് ഉയർത്തുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ASMHSSലെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ബസ് പുറപ്പെടുന്ന സമയത്ത് 40ഓളം കുട്ടികൾ ഉണ്ടായിരുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരം. ഈ അപകട സമയത്ത് ഏതാണ്ട് 20ഓളം കുട്ടികൾ ഉണ്ടായിരുന്നു എന്ന് ദൃക്സാക്ഷികൾ പറയുന്നുണ്ടായിരുന്നു. ഇപ്പോഴവിടെ നിന്ന് അപകടത്തിൽപ്പെട്ട ബസ് ഉയർത്തുകയാണ്. ക്രെയിൻ ഉപയോഗിച്ച് ഉയർത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. നിഖിൽ പ്രമേഷ് അപകട സ്ഥലത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. നിഖിൽ, വിവരങ്ങൾ. നിഖിൽ, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കനാലിൽ നിന്ന് ആ ബസ് ഇപ്പോൾ ഉയർത്തുകയാണ്. അതിനുശേഷം മാത്രമേ, അതായത് ഈ ബസിന്റെ കാലപ്പഴക്കമടക്കം ആളുകൾ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇതിന്റെ കാലപ്പഴക്കം കഴിഞ്ഞ ബസ്സാണ് ഇത്. അതാണ് ഇപ്പോൾ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് പ്രദേശവാസികളടക്കം പറയുന്നത്. ഒരു കാരണവശാലും കുട്ടികളെ കൊണ്ടുപോകാനും മറ്റും ഉപയോഗിക്കാൻ പാടില്ലാത്ത ബസ്സാണിത്. അതുകൊണ്ട് ഈ ബസ് ഒരു നിലയ്ക്കും ഇത്തരത്തിൽ ഫിറ്റ്നസ് നൽകാൻ പാടില്ലാത്തതാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു അപകടത്തിലേക്ക് വഴി നയിച്ചത് എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും ഈ അപകടത്തിൽ നിന്ന് കുട്ടികൾ രക്ഷപ്പെട്ടത് അത്ഭുതകരമായാണ് എന്ന് പറയാതെ വയ്യ. കാരണം ഈ തോടിന്റെ തന്നെ അല്പം അപ്പുറത്തേക്കാണെങ്കിൽ നല്ല ഒഴുക്കുള്ള ഇടമാണ്, അല്പം കൂടി താഴ്ചയുള്ള ഇടമാണ്. സ്വാഭാവികമായിട്ടും അവിടെയായിരുന്നു ബസ് മറിഞ്ഞിരുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും മുഴുവൻ കുട്ടികളും ഈ വെള്ളത്തിനടിയിലായി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇവിടെ താഴ്ച വളരെ കുറവാണ്. അപകടത്തിൽപ്പെട്ട ബസ് കനാലിൽ നിന്ന് ഉയർത്തിയിരിക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. നിഖിൽ പ്രമേഷ് അതിന്റെ വിവരങ്ങൾ നൽകുകയായിരുന്നു.